ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേസ്. അപ്പോൾ കേസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്തുമായിട്ടാണ്? അത് നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലും കണ്ടിട്ടുള്ള ഒരു നോ ഇൻ്റർനെറ്റ് പ്രാങ്കുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ കണ്ടേ ഇവിടെ അനങ്ങാണ്ട് നിൽക്കുവാണ്. എനിക്ക് തോന്നുന്നു അവൻ നമ്മൾ കയറി വന്നു എന്നുള്ള വിചാരത്തിൽ അവനോട് വിളിച്ച് നിൽക്കുമെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. ഇനി അവനും ഓഫ്ലൈൻ ആണോ? നമ്മൾ ചെന്ന് നോക്കേണ്ടി വരുമോ? അല്ലല്ലല്ല, അതാണ്ടേ ഗ്രനേഡും ഫ്ലാഷ് ഫ്രീസും എല്ലാം വലിച്ചെറിയുന്നുണ്ട് അവൻ. ഗ്രനേഡല്ലല്ലോ, ഫ്ലാഷ് ഫ്രീസ് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവൻ ഫ്രണ്ടിലോട്ട് വരുന്നില്ല. അവൻ പേടിച്ച് പുറകെ തന്നെ നിൽക്കുക. നമ്മളെവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത് വലിച്ചെറിഞ്ഞു. അവനെന്താ ഫ്രണ്ടിലോട്ട് വരാത്ത? എടാ നീ ഫ്രണ്ടിലോട്ട് വാടാ, ഞാനിവിടെ അനങ്ങാണ്ട് നിൽക്കുവാടാ, നീ വന്ന് എന്നെ കൊന്നിട്ട് പൊക്കോടാ, വാടാ. ഗൈസ് മിക്കവാറും എന്നെ സോൺ കൊന്നിട്ട് അതാണ്ടേ വന്നു. കൊല്ല്, സ്കോപ്പ് ഇട്ട് നിൽക്കുവാ മോൻ. ഓക്കെ കേസ്, നമ്മളങ്ങനെ ചത്തിട്ടുണ്ട്. അൺനോൺ പ്ലേസ്. ഓക്കെ കേസ്, അവൻ്റെ അക്കൗണ്ടിൻ്റെ പേര് അൺനോൺ പ്ലേസ് എന്നാണ്. 268 ഡാമേജ്. ഓക്കെ, കൊള്ളാം. എന്തായാലും നമ്മൾ തന്നെയാണ് M4A1 ചൂസ് ചെയ്തത്. കാര്യം നമ്മളല്ല M4A1 ചൂസ് ചെയ്തത്. ഇല്ലേ അവൻ വിചാരിക്കും നമ്മൾ ചൂസ് ചെയ്തതാണ്. ഓക്കെ, നമുക്കിവിടെ ഇമോട്ടൊക്കെ അടിച്ച് ജസ്റ്റ് മിസ്. അവനിപ്പോൾ കണ്ടേ നമ്മൾ ഇമോട്ട് അടിക്കുന്ന. അവൻ നമ്മളെ അടിച്ചിട്ടിട്ടുണ്ട്. ഇവനെന്താടാ എന്തുകൂടെ കാണിക്കുന്നത്? ഒന്ന് അടിച്ചിട്ടിട്ട് പോടോ ഒന്ന്. ഇത്ര ഷോ കാണിക്കണത്, പട്ടി ഷോ കാണിക്കണത് എന്തിനാ? സീൻ ചെക്കൻ സീനാണേ. 2 റൗണ്ട് ഏതോ പാവം പയ്യനാണെന്ന് തോന്നുന്നു. നമ്മൾ വെറുതെ എന്തിനാ? ഓക്കെ, 3ാമത്തെ റൗണ്ടും കൂടെ നമുക്ക് അവന് വിട്ടുകൊടുക്കാം. അവനെ സെലക്ട് AW എടുത്തേക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് AW കൊണ്ട് കളിക്കാറില്ല കേട്ടോ. AW ആണ് എടുത്തേക്കുന്നത്. നമ്മളിട്ട് സ്ക്രീൻ ഇട്ട് അനക്കുന്നുണ്ട്, വേറൊന്നും അനക്കുന്നില്ല. അവനെന്താ വരാത്ത? അവനിപ്പോൾ നേരെ വന്ന് ഇതാണ്ട് തലയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ടോ? ഇവനെന്താടാ? ഇവനെ ഓഫ്ലൈനായോ? ഒന്ന് കൊന്നിട്ട് പോടാവുന്നു. ആ കേസ് അടുത്ത റൗണ്ട് മുതൽ നമ്മളിവനെ അടിക്കുന്നതായിരിക്കും. ഇവനെന്താ അനങ്ങാത്ത ഇവിടുന്ന്? 3 റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ അടിക്കുന്നതായിരിക്കും. ഇവനെന്താടാ? ദേവനുണ്ട്. കൊന്നോ എന്നെ കൊന്നോ. കൊല്ലടാ. ഇവനെന്തൂടെ ഷോ കാണിക്കുന്നു? അണ്ണൻ സീൻ അണ്ണൻ സീരെ. പുറകിലോട്ടൊക്കെ പോയി സ്കോപ്പ് ഇട്ട് അടിക്കുന്നുണ്ട. AWM പ്ലെയർ എൻ്റെ പൊന്നോ, ഹെഡ് ഷോട്ട്. AWM ഹെഡ് ഷോട്ട്. ഏതാ പ്ലെയർ? ഇവിടെ പാവം പയ്യനായിരിക്കും. നമ്മൾ വെറുതെ ഇട്ട് ഇത്രയും കളിയാക്കണ എന്തിനാ? ഇനിയാണ് നിങ്ങൾ യഥാർത്ഥ കളി കാണാൻ പോകുന്നത്. ആരും കണ്ടിട്ടില്ലാത്ത കളി. നിങ്ങൾ കണ്ടു നോക്ക്. ഇപ്പച്ചക്കൻ ഓടി വരുവേ, നമ്മളടിക്കാൻ വേണ്ടിയിട്ട് ഓടി വരും. അയ്യോ, ആളെ കാണുന്നില്ലല്ലോ. മിസ്സിങ്. എവിടെ പോയടാ? എന്ത് ചെയ്യണം? അവനങ്ങോട്ട് പോയേ. നമ്മളെങ്ങോട്ട് പോയെന്ന് തപ്പിക്കൊണ്ടിരിക്കുക. അതാണ്ട് അവനുണ്ടേ. കൊണ്ടില്ലടാ. കണ്ടടാ നമ്മളവൻ. മണ്ടത്തരമൊക്കെ കാണിക്കുന്നേ. ഇതെന്തോന്നടേ? ഒരു 150 കൊടുത്തു. ഗ്ലുവാലിട്ട് ഇതിലും വഴി വേഗം ഓടി വന്നു. ഒരെണ്ണം കൂടെ കൊടുക്കാം. മെഡിക്കറ്റ് അടിക്കുന്നുണ്ടോ? മെഡിക്കറ്റ് അടിക്കുന്നില്ല. അവൻ ഓടി വന്നു. ഒരു 150 കൂടെ കൊടുത്താൽ ഓക്കെ, കൊടുത്തു ഗൈസ്. അങ്ങനെ നമ്മൾ കളി എടുത്തിട്ടുണ്ട്. നേരെ ഇമോട്ട് അടിച്ച് വിട്ടിട്ടുണ്ട്. പാവം പയ്യൻ. എന്തായാലും നമ്മൾ ഇമോട്ട് അടിച്ച് കളി എടുത്തിട്ടുണ്ട് ആദ്യത്തെ റൗണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ചൂസ് ചെയ്യണം നമ്മളാണ്. നമുക്ക് എന്തെടുക്കണം? ഓക്കെ, P90യും പിന്നെ നമുക്ക് ഡെസേർട്ട് ഈഗിളും എടുക്കാം. നമ്മുടെ ഫേവറേറ്റ് ഗണ്ണാണ് P90. അവൻ്റെ തല കാണിച്ചാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഞെക്കി നോക്കാം. ഇല്ല, അവൻ ഓടുക അങ്ങോട്ട്. ഇതേതോ നോബ് പ്ലെയറാണെന്ന് തോന്നുന്നില്ല. ആ പാവത്തിനെയാണ് ഞാനിട്ട് ഇങ്ങനെ കളിയാക്കുന്നത്. ഇനി നമ്മൾ കളിയാക്കലൊന്നും ഇല്ല കേട്ടോ. ഞാൻ നോ ഇൻ്റർനെറ്റ് പ്രാങ്ക് ചെയ്യാൻ വന്നതാണ്. പക്ഷേ ഇമോട്ടില്ലാതെ എന്ത് രസം. എടാ ഞാനത് കണ്ടില്ലടാ. ഞാനിത് റെക്കോർഡ് ചെയ്യാൻ നേരത്ത് അവൻ അങ്ങോട്ട് പോയത് ഞാൻ കണ്ടത്. അവനെ തപ്പിക്കൊണ്ട് ഇരിക്കുമായിരുന്നു ഞാൻ. ഏതാണ്ട് അവനവിടെ നിൽപ്പുണ്ട്. ഞാൻ വിചാരിച്ച അവൻ അവിടെ തന്നെ ആയിരിക്കും നേരത്തെ. ഞാൻ ചത്തേനെ. ഇപ്പം ചത്തിരുന്ന നാണം കെടുത്തേനെ. ഞെക്കിപ്പിടിച്ചോ. സോണിയെ നമ്മളെ രക്ഷിച്ചു ഗേസ്. 2 HP സർവൈവൽ, 2 HP ക്ലച്ച്. ഇപ്പോൾ ഗേസ് ഞാനിപ്പോൾ ഇട്ട് ഇമോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു. ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ഇമോട്ടായിരുന്നു. വന്നാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് സ്കോപ്പ് ഇട്ടിട്ട് അടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കിയത്. നടക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ വേണ്ട നമ്മൾ കയറി വരുന്നുണ്ട്. ഇപ്പോൾ സ്കോർ എന്ന് പറയുന്നത് 2-3 അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ 3-3 ആക്കാൻ പറ്റും ഗേസ്. അപ്പോൾ ഗേസ് ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ കാണാം.
അവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. നമ്മളെ മോക്കോ അവിടെ കാണാം. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ CS-ലെ ക്യാരക്ടർ സ്കില്ലിട്ടുകൊണ്ടാണ് ഞാൻ കളിക്കുന്നത്. ഞാൻ ലോൺ വുൾഫിലെ ക്യാരക്ടർ സ്കില്ലിടാനായിട്ട് മറന്നുപോയി. അപ്പോൾ നിങ്ങളുടെ ലോൺ വുൾഫിലെ ക്യാരക്ടർ സ്കില്ല് ഏതൊക്കെയാണ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഞാനിപ്പോൾ റൈഡൻ ഇട്ടിട്ടാണ് കളിക്കുന്നത്. എനിക്കത് ഇട്ടോട്ട് കളിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും ഇപ്പം ഞാനിട്ടില്ലേ വേറെ എല്ലാവരും ഇട്ട് എനിക്കെതിരെ അതായിരിക്കും കളിക്കുന്നത്. ഇപ്പം മിക്കവരും ലോൺ വുൾഫിൽ റൈഡൻ ഇട്ടുകൊണ്ടാണ് കളിക്കുന്നത്. എനിമി അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഉടനെ അങ്ങോട്ട് റൈഡൻ ഇട്ട് കൊന്നോളാം. ആദ്യമൊക്കെ എനിക്ക് വെറുപ്പായിരുന്നു ആ ക്യാരക്ടർ. പിന്നെ ഇപ്പം ഞാനും യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ സാൻഡീനോ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ഞാൻ സാൻഡീനോ നിർത്തി. കാര്യം സാൻഡീനോ എനിക്കിപ്പോൾ വെറുപ്പാണ്. എനിക്ക് വെറുപ്പുള്ള ക്യാരക്ടർ ഞാനിപ്പോൾ ലോൺ വുൾഫിലാണ് ഉപയോഗിക്കുന്നത്. സാൻഡീനോ എന്ന് പറഞ്ഞാലേ BR ഒക്കെ പുഷ് ചെയ്യാൻ നേരത്ത് ഈ പ്ലെയേഴ്സിന് മുകളിൽ കയറി ഇരിക്കുമെന്ന്. ഞാനിവിടെ സ്കോപ്പ് ഇട്ട് നോക്കിയത്. നമ്മളിവിടെ പറഞ്ഞു തന്നു BR ഒക്കെ പുഷ് ചെയ്യാൻ നേരത്ത് പ്ലെയേഴ്സിന് മുകളിൽ കയറി ഇരിക്കും. എന്നിട്ട് നമ്മൾ താഴത്തുനിന്ന് കളിക്കാൻ നേരത്ത് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കും. അതാണ്ട് ഇവൻ ഇവിടെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇവനെന്താ പിന്നാമ്പുറം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നാമ്പുറം കാണിച്ചുകൊണ്ടിരിക്കുക അവൻ. എന്തായാലും അവൻ ആ റൗണ്ട് എടുത്ത് 2-4 നമ്മൾ ഈ കളി ഇതുകൊണ്ടാണ് ഞാൻ ഒരു റൗണ്ട് എക്സ്ട്രാ കൊടുക്കാതിരുന്നത്. ഞാൻ 4 റൗണ്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ അവൻ എടുത്ത് കളി ജയിച്ചേനെ. അതുകൊണ്ടാണ് ഞാൻ 3 റൗണ്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അടിക്കാനായിട്ട് ഒരു സേഫ്റ്റിക്ക്. ഇനി നമുക്ക് അടിക്കാം. ഇനി നമ്മൾ 3 റൗണ്ട് എടുക്കുന്നതായിരിക്കും. നോക്കൂ. അപ്പോൾ എന്തായാലും XM8 ആണ് അവൻ എടുത്തിരിക്കുന്നത്. XM8 അവനെടുത്തത്. എനിക്കാണെങ്കിൽ XM8 സ്കിന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് XM8 എന്തൊരു കഷ്ടം. വായിലൊന്നും മരുന്നില്ല. XM8 സ്കിന്നില്ല എനിക്ക്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ എന്തുവെന്ന് താഴെ കമൻറ്റ് ചെയ്യുക XM8-ൻ്റെ. ഓക്കെ ഗേസ്, അപ്പോൾ 2-4 ഇത് ക്രൂഷ്യൽ മാച്ചാണ്. മാച്ച് പോയിൻ്റാണ്. അവനെന്താ എനിക്കൊന്നും അവന് എങ്ങോട്ടൊക്കെയാടാ ഒരു പാവം പ്ലെയറാണ്. നെറ്റ് പോയത് അവൻ്റെ നെറ്റ് പോയെന്ന് തോന്നുന്നു. നെറ്റ് പ്രാങ്ക് ചെയ്തിട്ട് അവസാനം അവൻ്റെ നെറ്റ് പോയി. നമ്മൾ കൈ കൂപ്പണ ഇമോട്ട് ഇട്ടിട്ടുണ്ട്. സോറി ഇമോട്ടും ആകാം, നമസ്കാരം ഇമോട്ടും ആകാം. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മൾ 3 റൗണ്ട് എടുത്ത് തിരുമ്പി വന്നിട്ടുണ്ട്. 3-4. ഇനി വെറും 2 റൗണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ കളി നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അവൻ ആ കണ്ടെയ്നറിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞെക്കി പിടിക്കുക നമ്മൾ. XM8 കൊണ്ടുള്ള ഞെക്കിപ്പിടിയിൽ. ഇവനെന്താ പുറം തിരിഞ്ഞൊക്കെ നിന്നിട്ടാണ് അടിക്കുന്നത്. അവൻ്റെ നെറ്റ് പോയെന്ന് തോന്നുന്നത്. ഏതോ ഒരു പാവം പിടിച്ച പ്ലെയറാണ്. എങ്കിലും നമ്മൾ ഇമോട്ട് അടിക്കും. നമ്മളിങ്ങനെ ജയിച്ച് നിൽക്കുമ്പോൾ ലോൺ വുൾഫിൽ ഇമോട്ട് അടിക്കണം. ഇമോട്ട് അടിച്ചില്ലേ നമുക്കൊരു സമാധാനം കിട്ടില്ല. P90 എടുക്കാം. P90 ആണ് ലാസ്റ്റ് റൗണ്ടാണ്. ഇതെടുത്തേ പറ്റുള്ളൂ. നമ്മളിത് വിട്ടു കൊടുക്കാൻ പാടില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോരുത് കേട്ടോ. ഞാനിതിന് മുകളിൽ കൂടെയൊക്കെ കയറി നിൽക്കുന്നുണ്ട്. നമുക്കിവിടെ ഇരിക്കാം. അവൻ ആ കണ്ടെയ്നറിൻ്റെ പുറകെ താണ്ടെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവൻ അങ്ങോട്ടല്ലേ ആ ക്യാരക്ടർ സ്കിൽ ഇട്ടത്. അവനെ കാണുന്നില്ലല്ലോ. എവിടെ ഗൈസ് അവൻ? നമ്മൾ അതവിടെ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഗ്ലൂ വാൾ അവിടെ ഒരു സേഫ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. അവൻ ചിലപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് മറ്റേ വഴി കയറി വരാനായിട്ടായിരിക്കും നോക്കുന്നത്. ഞാനിപ്പോഴും എൻ്റെ തല പുറത്തോട്ട് കാണിക്കാതെയാണ് ഇന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കയറിച്ചാലോ. ഏതാ ബുദ്ധി ചെക്കൻ്റെ. അവൻ അതിൻ്റെ അവിടെ നിന്നിട്ട് ഇത് എറിയാനായിട്ട് നോക്കിയതാട്ടോ. ഏറ്റില്ല. എൻ്റെ HP മുഴുവനും പോയി. ചാട് കൊണ്ട്. ഓക്കെ ഗൈസ്, 3 ബുള്ളറ്റ് നമ്മൾ അവനെ തീർത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.